വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഖത്തറിൽ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുള്ള ഈദുൽ ഫിത്തർ അവധിക്ക് തുടക്കമായി. ഈ മാസം 16-നാണ് ഇനി പ്രവൃത്തി ദിനം. അടിയന്തര സേവനങ്ങൾ നൽകുന്ന മന്ത്രാലയങ്ങൾ സമയം പുനഃക്രമീകരിച്ചു. ഏപ്രിൽ 7 മുതലാണ് ഈദുൽ ഫിത്തർ പൊതു അവധി തുടങ്ങുന്നതെങ്കിലും വെള്ളിയും ശനിയും വാരാന്ത്യ അവധിയായതിനാൽ ഇന്ന് ഉച്ചയോടെ തന്നെ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 9 ദിവസം നീണ്ടുനിൽക്കുന്ന അവധിക്ക് തുടക്കമായി. രാജ്യത്തെ വിവിധ മന്ത്രാലയങ്ങൾക്കും സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ഏപ്രിൽ 7 മുതൽ 15 വരെയാണ് അമീരി ദിവാൻ കഴിഞ്ഞ ദിവസം അവധി പ്രഖ്യാപിച്ചത്. ജനങ്ങൾക്ക് അടിയന്തര സേവനങ്ങൾ നൽകുന്ന ആഭ്യന്തര മന്ത്രാലയം പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ സമയക്രമത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. വിവിധ അടിയന്തര സേവനങ്ങൾക്കുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ വിഭാഗങ്ങൾ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 12 വരെ പ്രവർത്തിക്കും. ഖത്തർ പ്രൈമറി ഹെൽത്ത് സെന്ററിന് കീഴിലെ 31 ആരോഗ്യ കേന്ദ്രങ്ങളിൽ 20 എണ്ണം അവധി ദിനങ്ങളിലും പ്രവർത്തിക്കും. രാവിലെ 7 മണി മുതൽ രാത്രി 11 വരെ ഈ കേന്ദ്രങ്ങളിലെ ഫാമിലി മെഡിസിൻ വിഭാഗവും അനുബന്ധ സേവനങ്ങളും തുറന്നിരിക്കും. ദന്തപരിചരണവുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ രാവിലെ 7 മുതൽ രാത്രി 10 മണി വരെ ഉപയോഗപ്പെടുത്താം. വാഹനങ്ങളുടെ സാങ്കേതിക പരിശോധനാ കേന്ദ്രമായ ഫഹസിന്റെ അവധി ദിവസങ്ങളിലെ പ്രവർത്തന സമയവും പുനഃക്രമീകരിച്ചിട്ടുണ്ട്. അൽ മസ്റൂഹ്, മിസൈമിർ ഫഹസ് കേന്ദ്രങ്ങൾ ഈദിന്റെ ആദ്യ ദിവസവും വെള്ളിയാഴ്ചയും അവധിയായിരിക്കും. മറ്റ് അവധി ദിവസങ്ങളിൽ അൽ മസ്റൂഹ് സ്റ്റേഷൻ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ പ്രവർത്തിക്കും. അതേസമയം കേന്ദ്രത്തിലേക്കുള്ള ഗേറ്റുകൾ അരമണിക്കൂർ മുമ്പ് 4:30 തന്നെ അടയ്ക്കും. മിസൈമിർ സ്റ്റേഷൻ രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പ്രവർത്തിക്കും. ഗേറ്റുകൾ ഉച്ചയ്ക്ക് 12:30 അടയ്ക്കും. ട്രാഫിക് സേവനങ്ങൾ രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ലഭ്യമായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. അൻവർ പാലേരി, 24, ദോഹ. റമദാൻ എല്ലാ ദിവസവും സമൂഹ നോമ്പുതുറ ഒരുക്കി റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ. 600ഓളം പേരാണ് ദിനംപ്രതി സമൂഹ നോമ്പുതുറയിൽ പങ്കെടുക്കുന്നത്. ഇസ്ലാമിക മതകാര്യ മന്ത്രാലയത്തിന്റെ അംഗീകാരത്തോടെയാണ് റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ റമദാനിലെ 30 ദിവസവും നോമ്പുതുറ സംഘടിപ്പിക്കുന്നത്. സമൃദ്ധമായ വിഭവങ്ങൾ ഉൾപ്പെടുത്തി 600ഓളം പേർക്ക് നോമ്പ് തുറക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമുള്ള സൗകര്യങ്ങളാണ് ബത്തഹയിലെ റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിൽ ഒരുക്കിയിരിക്കുന്നത്. റമദാനിലെ എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് 3 മണിക്ക് ആരംഭിക്കുന്ന ഇഫ്താർ പ്രവർത്തനങ്ങൾക്ക് റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ബത്തഹ യൂണിറ്റിലെ 30ഓളം പ്രവർത്തകരാണ് നേതൃത്വം നൽകുന്നത്. ഇഫ്താറിന് എത്തിയ എല്ലാവർക്കും ഇതുവരെ എല്ലാ ദിവസങ്ങളിലും പൂർണ്ണ സൗകര്യങ്ങൾ ഒരുക്കുവാൻ സാധിച്ചുവെന്ന് ഇഫ്താർ ചെയർമാൻ മുഹമ്മദ് സുൽഫിക്കർ, കൺവീനർ അബ്ദുൾ വഹാബ് പാലത്തിങ്കൽ, വളണ്ടിയർ ക്യാപ്റ്റൻ ഇക്ബാൽ വേങ്ങര എന്നിവർ അറിയിച്ചു. സെന്റർ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി തുടരുന്ന ഇഫ്താർ ഏകദേശം 700ഓളം ആളുകൾക്ക് എല്ലാ ദിവസവും സൗദി അറേബ്യയിലെ ഏറ്റവും അധികം മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ബത്തഹയിലെ ഇസ്ലാഹി സെന്റർ ഓട്ടത്തിൽ വെച്ച് നടക്കുകയാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ട് തുടരുന്ന ഇഫ്താറിൽ ഏറ്റവും വ്യവസ്ഥാപിതമായി വരുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഇഫ്താർ മുന്നോട്ട് പോകുന്നത്. റിയാദിലെ മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും ഇഫ്താർ ക്യാമ്പ് സന്ദർശനം നടത്തി വരാറുണ്ട്. മാധ്യമപ്രവർത്തകരായ ജയൻ കൊടുങ്ങല്ലൂർ, ഷംനാഥ് കരുനാഗപ്പള്ളി, ഇസ്മായിൽ പയ്യോളി എന്നിവരും കഴിഞ്ഞ ദിവസം നടന്ന ഇഫ്താർ വിരുന്നിൽ അതിഥികളായി പങ്കെടുത്തു. ഇസ്ലാഹി സെന്റർ ദേവാ വിഭാഗം കോർഡിനേറ്റർ അബ്ദുസലാം ബുസ്താനിയുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാഹി സെന്റർ പ്രബോധകരുടെ വൈജ്ഞാനിക ക്ലാസും ഇഫ്താർ ക്യാമ്പിൽ നടത്തി വരാറുണ്ട്. കമറുദ്ദീൻ, വാജിദ് ചെറുമുക്ക്, നിസാർ അരീക്കോട്, സിബക്കത്തുള്ള തയ്യാല, അബ്ദുൽ നാസർ മണ്ണാർക്കാട്, ജലീൽ ആലപ്പുഴ, ഹസനുൽ ബന്ന, ഹനീഫ് മാസ്റ്റർ, ഫൈസൽ കൊളക്കാടൻ, മർസൂഖ് ടി പി, മുസ്തഫ മഞ്ചേശ്വരം, വാജിദ് ടി പി, മുഹമ്മദ് അരിപ്ര, സാലിഹ് തൃശൂർ, യാസിൻ ബേപ്പൂർ, നബീൽ പുളിക്കൽ, സലീം കൊട്ടപ്പുറം, ബാസിൽ പുളിക്കൽ, കോയ മൊയ്തീൻ, അബ്ദുൾ റഷീദ് കടവത്ത്, അഷ്റഫ് മംഗലാപുരം, അബൂബക്കർ മഞ്ചേരി, ഷാജഹാൻ, മുസ്തഫ തലപ്പാടി, മുജീബ് ഒത്തായി, ബാസിദ് എന്നീ പ്രവർത്തകരാണ് ഇഫ്താർ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. 24 റിയാദ്. സൗദിയിലെ OACC അൽഹസ കമ്മിറ്റി ഇഫ്താർ വിരുന്നൊരുക്കി. മുബാറസ് മോഡേൺ ഇന്റർനാഷണൽ സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച സൗഹൃദ സദസ്സിൽ നിരവധി പേർ പങ്കെടുത്തു. സൗദിയിലെ OACC അൽഹസ കമ്മിറ്റിയാണ് സൗഹൃദ ഇഫ്താർ സംഗമം ഒരുക്കിയത്. മുബാറസ് മോഡേൺ ഇന്റർനാഷണൽ സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്ന് സംഘാടക മികവ് കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായിരുന്നു. വിവിധ മേഖലകളിൽ നിന്നായി മലയാളി കുടുംബങ്ങളടക്കമുള്ള പ്രവാസി ഇന്ത്യക്കാരോടൊപ്പം നിരവധി സ്വദേശികളും കുടുംബസമേതം പങ്കെടുത്തപ്പോൾ അതൊരു വേറിട്ട സൗഹൃദ സദസ്സ് കൂടിയായി മാറി. ഇഫ്താറിനോടനുബന്ധിച്ച് നടന്ന സൗഹൃദ സദസ്സ് അൽഹസ OICC പ്രസിഡന്റ് ഫൈസൽ വാച്ചാക്കാലിന്റെ അധ്യക്ഷതയിൽ OICC ദമാം റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് EK സലീം ഉദ്ഘാടനം ചെയ്തു. ഷിഹാബ് കായംകുളം, ഷാഫി കുതിർ, പ്രസാദ് കരുനാഗപ്പള്ളി,
പ്രമോദ് പൂമാല, നാസർ മദനി, സാക്കിർ പറമ്പിൽ, രാധിക, ശ്യാംപ്രകാശ്, CT ശശി, അബ്ദുൽ കരീം, ഷൈൻ ജോൺ, ശ്യാംപ്രകാശ്, സുൽഫി കുന്നമംഗലം, അഷ്റഫ് ഗസാൽ എന്നിവരുൾപ്പെടെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ പ്രമുഖർ സംബന്ധിച്ചു. അബ്ദുൽ അസീസ് അൽ ഗർണീസ്, പ്രിൻസിപ്പാൾ ഡോക്ടർ ഗാസി സിദ്ദീഖ് ഹബീബ് എന്നിവരെ ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു. ജനറൽ സെക്രട്ടറി ഉമർ കോട്ടയിൽ സ്വാഗതവും ട്രഷറർ ഷീജാമോൻ വർഗീസ് നന്ദിയും പറഞ്ഞു. സുബൈറുദ്ദീനൂർ, 24 ദമാം. സൗദി ദമാമിലെ ഡീപ്പോർട്ടേഷൻ സെന്റർ അന്തേവാസികൾക്ക് നവോദയ സാംസ്കാരിക വേദി റമദാൻ കിറ്റുകൾ വിതരണം ചെയ്തു. വിവിധ രാജ്യക്കാരായ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയാണ് ഇവിടെ കഴിയുന്നത്. പുണ്യങ്ങൾ പൂക്കുന്ന റമദാൻ മാസം. കഴിഞ്ഞ 16 വർഷമായി റമദാൻ കാലം എത്തുമ്പോൾ ദമാം ഡീപ്പോർട്ടേഷൻ സെന്ററിലെ അന്തേവാസികളെ തേടി കിഴക്കൻ പ്രവിശ്യ നവോദയ പ്രവർത്തകരെത്തും റമദാൻ കിറ്റുമായി. വർഷങ്ങളോളമായി തുടരുന്ന ഈ കാരുണ്യ പ്രവർത്തനം ഈ വർഷവും മുടക്കമില്ലാതെ നടത്താൻ കഴിഞ്ഞ സന്തോഷത്തിലാണിവർ. ഇവിടെ കഴിയുന്ന വിവിധ രാജ്യക്കാരായ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഉൾപ്പെടെയുള്ള 200ഓളം പേർക്കാണ് സൗദി ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഈ വർഷം നവോദയ പ്രവർത്തകർ അവശ്യ സാധനങ്ങൾ ഉൾപ്പെടുന്ന റമദാൻ കിറ്റുകൾ വിതരണം ചെയ്തത്. നവോദയ അംഗങ്ങളിൽ നിന്നും പ്രവാസ സമൂഹത്തിലെ സഹായ സന്നദ്ധരായ വ്യാപാരി വ്യവസായികളിൽ നിന്നും കൂടാതെ പൊതുസമൂഹത്തിൽ നിന്നുമുള്ള വലിയ പിന്തുണയാണ് കാരുണ്യഹസ്തമായി അർഹരിലേക്ക് നീളുന്നത്. വനിതകൾ ഉൾപ്പെടെയുള്ള നവോദയ പ്രവർത്തകരും നേതാക്കളും ചേർന്ന് റമദാൻ കിറ്റ് വിതരണം ചെയ്തു. ദേശഭാഷാ വേർതിരിവില്ലാതെ നവോദയ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാതൃകയും ശ്ലാഘനീയവുമാണെന്ന് ഡീപ്പോർട്ടേഷൻ സെന്റർ ഉദ്യോഗസ്ഥരും പറഞ്ഞു. നവോദയ മുഖ്യരക്ഷാധികാരി ബഷീർ വാരോട്, ലോക കേരള സഭാംഗവും കിഴക്കൻ പ്രവിശ്യയിലെ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തകരുമായ നാസുവക്കം, നവോദയ ജനറൽ സെക്രട്ടറി റഹീം മടത്തറ, സാമൂഹ്യക്ഷേമ വിഭാഗം കോർഡിനേറ്റർ ഹനീഫ മൂവാറ്റുപുഴ, രഞ്ജിത്ത് വടകര, ചെയർമാൻ ജയൻ മെഴുവേലി, കേന്ദ്ര ജോയിന്റ് സെക്രട്ടറി നൌഫൽ വെളിയങ്കോട്, കേന്ദ്ര കുടുംബവേദി സാമൂഹ്യക്ഷേമ വിഭാഗം ചെയർപേഴ്സൺ സുരയ്യ ഹമീദ്, കുടുംബവേദി കേന്ദ്ര ട്രഷറർ അനു രാജേഷ്, കേന്ദ്ര വനിതാവേദി കൺവീനർ രശ്മി രാമചന്ദ്രൻ, കേന്ദ്ര ബാലവേദി രക്ഷാധികാരി ബിന്ദു ശ്രീകുമാർ, കുടുംബവേദി കേന്ദ്ര ജോയിന്റ് സെക്രട്ടറിമാരായ ഷാഹിദ ഷാനവാസ്, ഹമീദ് നൈന, സ്മിത നരസിംഹൻ ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കളും പ്രവർത്തകരുമെല്ലാം ചടങ്ങിൽ സംബന്ധിച്ചു. സുബൈറുദ്ദീനൂർ, 24 ദമാം. ജിദ്ദയിലെ ടിക്ടോക്ക് സൗഹൃദ കൂട്ടായ്മ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ദൃശ്യമാധ്യമ പ്രവർത്തകരും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ജിദ്ദയിൽ സജീവമായി രംഗത്തുള്ള മലയാളികളായ ടിക്ടോക്കേഴ്സിന്റെ സംഗമവേദിയായി ഇഫ്താർ സംഗമം മാറി. ടിക്ടോക്ക് സൗഹൃദ കൂട്ടായ്മയുടെ ബാനറിൽ നടന്ന പ്രഥമ സംഗമത്തിലും ഇഫ്താർ വിരുന്നിലും ടിക്ടോക്കേഴ്സിന് പുറമെ മലയാളി മാധ്യമ പ്രവർത്തകരും പങ്കെടുത്തു. മുഖ്യധാര മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം ചടങ്ങിൽ സംസാരിച്ചവർ എടുത്തു പറഞ്ഞു. 28 വർഷത്തെ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന AK അബ്ബാസിന് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. അജ്വ കാരക്കുരുകൊണ്ട് തസ്ബീഹ് മാല തയ്യാറാക്കി വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ടിക്ടോക്കർ യൂനുസ് റഹീമിനെ സൗഹൃദ കൂട്ടായ്മ ആദരിച്ചു. ടിക്ടോക്ക് കൂട്ടായ്മയുടെ ലോഗോ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. സാമൂഹിക സാംസ്കാരിക കലാരംഗത്തെ നിരവധി പ്രമുഖരും സംഗമത്തിൽ പങ്കെടുത്തു. അലി മങ്കടയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ നവാസ് തുവൂർ സ്വാഗതവും ഹംസ തുവൂർ നന്ദിയും പറഞ്ഞു. ജലീൽ കണമകലം, 24 ജിദ്ദ. യുദ്ധവും ആഭ്യന്തര കലാപവും അനാഥരാക്കുന്ന കുട്ടികളെ സംരക്ഷിക്കാൻ ലോകത്തെ ഏറ്റവും വലിയ ഓർഫൻ സിറ്റി പദ്ധതിയുമായി ഖത്തർ ചാരിറ്റിക്ക് കീഴിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. റമദാനിലെ 27-ാം രാവിൽ ഖത്തർ ചാരിറ്റി ധനസമാഹരണം സംഘടിപ്പിക്കും. മുറിവേറ്റ ഉടലിന്റെ നോവും അനാഥത്വത്തിന്റെ അരക്ഷിത ബോധവുമായി ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെയാണ് ഓരോ യുദ്ധവും ബാക്കിയാക്കുന്നത്. യുദ്ധങ്ങളും അധിനിവേശവും കലാപങ്ങളും അതിജീവിക്കുന്ന ഓരോ കുട്ടിയെയും പിന്തുടരുന്ന ദുരിതങ്ങൾ ഏറെ. യുദ്ധത്തിൽ ഒരു പങ്കുമില്ലാതെ തന്നെ പ്രിയപ്പെട്ടവരുടെ മരണം, പിറന്ന നാടും കൂട്ടും വിട്ട പലായനങ്ങൾ, ഭൂമിയിൽ അവകാശമില്ലാത്ത അഭയാർത്ഥി, ദാരിദ്ര്യം, എല്ലാറ്റിനുമൊപ്പം അതിലൊക്കെ അധികമായി നീറുന്ന മനസ്സ്. ഈടുവെപ്പുകളൊന്നും ബാക്കിയാവാതെ തകർന്നടിയുന്ന ബാല്യങ്ങൾക്കും അനാഥർക്കും സുരക്ഷിതമായ ഇടവും ജീവിത സാഹചര്യവും ഒരുക്കിക്കൊടുക്കാൻ ലക്ഷ്യമാക്കിയാണ് ഖത്തർ ചാരിറ്റി ഓർഫൻ സിറ്റി എന്ന പദ്ധതിക്ക് രൂപം നൽകുന്നത്. അളവറ്റ ദാനധർമ്മങ്ങളിലൂടെ അഗതികളുടെ കണ്ണീരൊപ്പാൻ പുണ്യ റമദാനിലെ 1000 ഇരട്ടി പുണ്യം ലഭിക്കുന്ന 27-ാം രാവ് പ്രയോജനപ്പെടുത്തണമെന്ന് ഖത്തർ ചാരിറ്റി സ്വദേശികളോടും വിദേശികളോടും അഭ്യർത്ഥിച്ചു. 27-ാം രാവ് ചലഞ്ചിലൂടെ ഓർഫൻ സിറ്റിക്കായി 50 ദശലക്ഷം റിയാൽ അഥവാ 100 കോടിയിലേറെ രൂപ സമാഹരിക്കാനാണ്
ഖത്തർ ചാരിറ്റി ലക്ഷ്യമാക്കുന്നത്. റമദാൻ 26-ന് വെള്ളിയാഴ്ച രാത്രി 9 മണി മുതൽ 12 വരെയാണ് 27-ാം രാവ് ചലഞ്ച് നടക്കുക. ഖത്താറയിലെ അൽഹിക്ക് സ്ക്വയറിൽ നടക്കുന്ന പരിപാടി യൂട്യൂബ് ചാനൽ വഴി തത്സമയം സംപ്രേഷണം ചെയ്യും. ഖത്തറിലെ പ്രധാന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ കൂടി പങ്കാളിയാക്കിക്കൊണ്ടാണ് ചലഞ്ച് സംഘടിപ്പിക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു. ഗസയുൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനാഥരാക്കപ്പെട്ട പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണീരൊപ്പാനും അവർക്ക് ആത്മാഭിമാനമുള്ള സുരക്ഷിതമായ ജീവിതമൊരുക്കാനുമാണ് ഓർഫൻ സിറ്റി പദ്ധതിയിലൂടെ ലക്ഷ്യമാക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു. ദരിദ്ര രാജ്യങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഗസ ഉൾപ്പെടെയുള്ള യുദ്ധമുഖങ്ങളിലും കോടിക്കണക്കിന് ബില്യൺ ചെലവഴിച്ച് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പുറമെയാണ് 27-ാം രാവ് ചലഞ്ചിലൂടെ ലോകത്തെ അനാഥ ബാല്യങ്ങൾക്ക് കൂടൊരുക്കാൻ ഓർഫൻ സിറ്റി എന്ന പദ്ധതിയുമായി ഖത്തർ ചാരിറ്റി മുന്നിട്ടിറങ്ങുന്നത്. അൻവർ പാലേരി, 24, ദോഹ. 19 വർഷം സൗദിയിലെ മരുഭൂമിയിൽ നരകജീവിതം നയിച്ച ഉത്തർപ്രദേശ് സ്വദേശി അശോക് കുമാർ നാളെ നാട്ടിലേക്ക് തിരിക്കും. ദീർഘകാലത്തെ ആടുജീവിതത്തിനിടയിൽ 3 മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകാനും അവരിൽ ഒരാളെ ഡോക്ടറാക്കാനും സാധിച്ചു. ആ സന്തോഷത്തോടെയാണ് അശോക് കുമാർ മരുഭൂമിയോട് വിട പറയുന്നത്. ദുരിതാനുഭവങ്ങൾ മാത്രം പറഞ്ഞു കേൾക്കുന്ന ആടുജീവിത കഥകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായി ആരെയും അതിശയിപ്പിക്കുന്ന അതിജീവനത്തിൻ്റെ വേറിട്ട കഥയാണ് UP ലക്നൗ സ്വദേശി അശോക് കുമാറിൻ്റേത്. 19 വർഷം മുമ്പ് ആട്ടിടയ വിസയിൽ സൗദിയിലെത്തിയ അശോക് കുമാർ 7 വർഷം തൊഴിലുടമക്കൊപ്പം ജോലി ചെയ്തെങ്കിലും ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് ജോലി ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീട് പല ജോലികളും ചെയ്തെങ്കിലും എങ്ങുമെത്താതെ ജീവിതം വഴിമുട്ടി നിന്നു. ഇതിനിടയിൽ വിസ കാലാവധിയും അവസാനിച്ചിരുന്നു. പിന്നീട് റിയാദിൽ നിന്നും 500 കിലോമീറ്റർ അകലെയുള്ള ബദായ എന്ന മരുഭൂമിയിൽ ആട്ടിടയനായി ജോലിയിൽ കയറി. പകലന്തിയോളം നീളുന്ന ജോലിക്കിടയിൽ ലഭിക്കുന്ന ചെറിയ ഇടവേളകൾ പോലും പാഴാക്കാതെ മറ്റൊരു ജോലിക്കായി അയാൾ മരുഭൂമിയിലൂടെ അലഞ്ഞു. അങ്ങനെ ഈത്തപ്പഴത്തോട്ടങ്ങളിൽ മരങ്ങൾ പരിപാലിക്കുന്ന മറ്റൊരു ജോലി കൂടി ലഭിക്കുകയും ക്രമേണ ഇതേ മേഖലയിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലികൾ ഏറ്റെടുക്കുവാനും ആരംഭിച്ചു. രാപ്പകൽ വിയർപ്പൊഴുക്കിയുള്ള അധ്വാനം ഫലം കണ്ടു. സാമ്പത്തികമായി ഏറെ മെച്ചപ്പെട്ടെങ്കിലും തൻ്റെ പ്രിയപ്പെട്ട ആടുകളോടൊപ്പമുള്ള ജോലിയും വാസവും ഉപേക്ഷിക്കാൻ അശോക് കുമാർ തയ്യാറായിരുന്നില്ല. വിസ കാലാവധി അവസാനിച്ചതിനാൽ നാട്ടിൽ പോകാൻ കഴിയാതെ അപ്പോഴേക്കും 19 വർഷം പിന്നിട്ടിരുന്നു. എങ്കിലും ഫോൺ വഴി ഭാര്യയും മക്കളുമായുള്ള ബന്ധം മുടങ്ങാതെ തുടർന്നു. ഇതിനിടയിൽ മക്കൾ 3 പേർക്കും ഉന്നത വിദ്യാഭ്യാസം നൽകുവാനും സാധിച്ചു. മൂത്തയാൾ ഡോക്ടറും രണ്ടാമത്തെയാൾ ഫാർമസിസ്റ്റുമാണ്. ഇന്ന് മൂന്നാമത്തെയാൾ ലോക്കോ പൈലറ്റിനു വേണ്ടിയുള്ള പരിശീലനത്തിലും. भाई मैं 19 साल आके सऊदी में हम काम किया, मजरा में आके फंस गया. अपने बच्चों को हम पढ़ाया लिखाया, डॉक्टर बनाया. बहुत मैं हिम्मत से बच्चों को अपना पढ़ाया लिखाया है. हर माँ बाप को जो यही होता है हौसला कि अपने बच्चों को पढ़ाए. इंसान परिस्थितियों से घबराना नहीं चाहिए. परिस्थितियों से हमेशा हिम्मत लगा करके अपने बच्चों को आगे बढ़ाने के लिए अपने माँ बाप को हर तरह से मजदूरी करके बच्चों को पढ़ाना चाहिए. 2 വർഷം മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ജോലി സ്ഥലത്തിന് സമീപം മൂവാറ്റുപുഴ സ്വദേശിയായ ജോൺ എന്നയാൾ വാഹന അപകടത്തിൽ മരണമടഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ശരിയാക്കുന്നതിന് ജോണിൻ്റെ മക്കളും സൗദി ആരോഗ്യ മന്ത്രാലയത്തിലെ നഴ്സുമായ നീഖൽ ജോൺ പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ സിദ്ദീഖ് തൂവൂരിനെ ബന്ധപ്പെട്ടിരുന്നു. ഇതോടെയാണ് അശോക് കുമാറിൻ്റെ 19 വർഷത്തെ വ്യത്യസ്തമായ ആടുജീവിത കഥ പുറം ലോകം അറിയുന്നത്. പ്രതിസന്ധികളിൽ തളരാത്ത മനസ്സും അതിനൊത്ത ഇച്ഛാശക്തിയുമുണ്ടെങ്കിൽ ഏതു മരുഭൂമിയിലും വസന്തം വിരിയിക്കാം എന്ന സന്ദേശം പകർന്നുകൊണ്ടാണ് നിറഞ്ഞ മനസ്സുമായി അശോക് കുമാർ തൻ്റെ പ്രിയപ്പെട്ടവരിലേക്ക് മടങ്ങുന്നത്. ഇസ്മായിൽ പയ്യോളി, 24, റിയാദ്. ഷാർജയിൽ കുട്ടികളുടെ വായനോത്സവം മെയ് 1 മുതൽ 12 വരെ നടക്കും. ഷാർജ എക്സ്പോ സെന്ററിൽ നടക്കുന്ന മേളയിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള പ്രസാധകർ പങ്കെടുക്കും. കുട്ടികൾക്ക് അറിവിന്റെയും വായനയുടെയും ലോകം തുറന്നു നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഷാർജ. ഏറെ വ്യത്യസ്തതകളോടെയാണ് ഷാർജ ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവലിന്റെ 15ാമത് അധ്യായം മിഴി തുറക്കാൻ ഒരുങ്ങുന്നത്. ഷാർജ എക്സ്പോ സെന്ററിൽ 12 ദിവസങ്ങളിലായാണ് മേള നടക്കുക. 75ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ പങ്കാളിത്തം ഇത്തവണ മേളയിൽ ഉണ്ടാകും. 100-ലധികം അറബ് പ്രസാധകർ ഇത്തവണ പങ്കെടുക്കും. ഇന്ത്യയിൽ നിന്ന് 8 പുസ്തക പ്രസാധകരാണ് എത്തുക. 1339-ലധികം വിവിധ പരിപാടികളാണ് മേളയിൽ ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം ആനിമേഷൻ, കാർട്ടൂൺ മത്സരങ്ങൾ ഉൾപ്പെടെ വിവിധ വിജ്ഞാന പരിപാടികളും ഒരുക്കുമെന്നും ഷാർജ ബുക്ക് അതോറിറ്റി ചെയർമാൻ അഹമ്മദ് റക്കാത്ത് അൽ അമീരി പറഞ്ഞു.
മേളയ്ക്കായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് സംഘാടകരായ ഷാർജ ബുക്ക് അതോറിറ്റി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഷാർജ ചിൽഡ്രൻസ് ബുക്ക് ഇല്ലസ്ട്രേഷൻ അവാർഡ്, ഷാർജ ചിൽഡ്രൻസ് ബുക്ക് അവാർഡ്, ഷാർജ ഓഡിയോ ബുക്ക് അവാർഡ്, കൂടാതെ കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്കായി ഷാർജ ബുക്സ് അവാർഡും പുതിയ പതിപ്പിൽ സമ്മാനിക്കും. 24 ദുബായ്. ജിസാൻ ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗദിയിലെ ജിസാനിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ജിസാൻ ഹാപ്പി ടൈം ടവർ പാർക്കിൽ നടന്ന സംഗമത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ജനറൽ സെക്രട്ടറി സതീഷ് കുമാർ നീലാംബരി ഉദ്ഘാടനം ചെയ്തു. ഫൈസൽ മേലാറ്റൂർ അധ്യക്ഷനായി. ഡോക്ടർ ജോ വർഗീസ് റമദാൻ സന്ദേശം നൽകി. മുനീർ നീരോൽപ്പലം സ്വാഗതവും സണ്ണി ഓത്തറ നന്ദിയും പറഞ്ഞു. ശിഹാബുദ്ദീൻ പാറമ്മൽ സമൂഹ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ദമാം റൈസിംഗ് സ്റ്റാർസ് ക്രിക്കറ്റ് ക്ലബിന്റെ പുതിയ ലോഗോ പ്രകാശനം ചെയ്തു. ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. ദമാമിലെ ടയോട്ടയിൽ നടന്ന ചടങ്ങ് പ്രസിഡന്റ് സഫ്വാൻ ഹാമിദ് ഉദ്ഘാടനം ചെയ്തു. ടീമിന്റെ പുതിയ ലോഗോ ഫസൽ വണ്ടൂർ ക്യാപ്റ്റൻ നജീബ് പാവണ്ണയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. ടീം മാനേജർ സാജിദ് കരിങ്ങനാണ് അധ്യക്ഷനായി. ഷബീർക്കൊപ്പം മനാഫ് മൂവാറ്റുപുഴ, അബ്ദുൽ സലാം പാലക്കാട്, സമാൻ എന്നിവർ പങ്കെടുത്തു. ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ശാഖ സൗദിയിലെ ഉനൈസയിൽ പ്രവർത്തനം ആരംഭിച്ചു. 73,000-ലേറെ ചതുരശ്രയടിയിൽ വിശാലമായ ഷോപ്പിംഗ് സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഉനൈസ ഗവർണർ പുതിയ ശാഖ ഉദ്ഘാടനം ചെയ്തു. സൗദിയിൽ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ 59ാമത്തെ ശാഖയാണ് അൽ ഖസീമിലെ ഉനൈസയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഉനൈസ ഗവർണർ അബ്ദുറഹ്മാൻ ഇബ്രാഹിം അൽ സാലിം പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സൗദിയുടെ പുരോഗതിക്കൊപ്പം സഞ്ചരിക്കുകയാണ് ലുലു എന്ന് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിൽ ചെയർമാൻ MA യൂസുഫ് അലി പറഞ്ഞു. ലുലു സൗദി ഡയറക്ടർ ഷഹീം മുഹമ്മദ് അതിഥികളെ സ്വീകരിച്ചു. റീജിയണൽ ഡയറക്ടർ ഹാത്തിം MC ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. 73,700 ചതുരശ്രയടിയിൽ ഒറ്റ നിലയിലാണ് ഉനൈസയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. 22 ചെക്കൌട്ട് കൗണ്ടറുകളും 4 സെൽഫ് ചെക്കൌട്ട് കൗണ്ടറുകളും പരിസ്ഥിതി സൗഹൃദ ഗ്രീൻ ചെക്കൌട്ട് കൗണ്ടറും റെസീറ്റ് ചെക്കൌട്ട് കൗണ്ടറും സജ്ജീകരിച്ചിട്ടുണ്ട്. 213 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഡയറ്റ് ഫുഡ്, പെറ്റ് ഫുഡ്, സീ ഫുഡ് തുടങ്ങിയവക്ക് പ്രത്യേക കൗണ്ടറുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ജലീൽ കണമകലം, 24 ജിദ്ദ. UAE-യിൽ കൂടുതൽ ശാഖകളുമായി കാർഗോ വിതരണ രംഗത്തെ പ്രമുഖ സ്ഥാപനമായ M ഗ്രൂപ്പ് ദുബായിൽ പുതിയ 2 ശാഖകൾ ആരംഭിച്ചു. ബർദുബായ് മീന ബസാറിലും ദുബായ് അൽ നഹ്ദ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലുമാണ് പുതിയ ശാഖകൾ തുറന്നത്. കൂടുതൽ ശാഖകളുമായി ദുബായിൽ പ്രവർത്തനം വിപുലപ്പെടുത്തുകയാണ് കാർഗോ വിതരണ രംഗത്തെ പ്രമുഖ സ്ഥാപനമായ M ഗ്രൂപ്പിന് കീഴിലുള്ള 1, 2, 3 കാർഗോ. ബർദുബായ് മീന ബസാറിലും ദുബായ് അൽ നഹ്ദയിലുമാണ് പുതിയ ശാഖകൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. ബർദുബായ് മീന ബസാറിലെ ശാഖയുടെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളും, അൽ നഹ്ദ 2 നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലെ ശാഖയുടെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് അസീൽ അലി ശിഹാബ് തങ്ങളും നിർവഹിച്ചു. പ്രമുഖ പണ്ഡിതൻ സിംസാറുൽ ഹഖ് ഹുദവി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. M ഗ്രൂപ്പ് ചെയർമാൻ മുനീർ കാവുങ്ങൽ പറമ്പിലിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം. ബ്രാഞ്ചുകളുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സീ എയർ കാർഗോ നിരക്കുകളിൽ വൻ ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് മുനീർ കാവുങ്ങൽ പറമ്പിൽ അറിയിച്ചു. ഉപഭോക്താക്കളുടെ സംതൃപ്തിയും വിശ്വാസവുമാണ് M ഗ്രൂപ്പ് കാർഗോയ്ക്ക് കരുത്തു പകരുന്നതെന്നും TR സർവീസ് വഴി കാർഗോ അയക്കുമ്പോൾ 1 കിലോയ്ക്ക് 2 ദിർഹത്തിന് വരെ അയക്കാവുന്ന ഓഫർ പുതിയ ബ്രാഞ്ചുകളിൽ ലഭ്യമാകുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഒരുപാട് പ്രവാസികളുടെ ആവശ്യമായിരുന്നു നമ്മളെ ഷാർജക്കും ദുബായിൻ്റെയും ഒരു ഗ്യാപ്പിൽ ഒരു സ്ഥാപനം എന്നുള്ളത്. പക്ഷെ അത് നമ്മൾ ഇന്ന് തൊട്ട് അൽ നഹ്ദ നെസ്റ്റോൻ്റെ അകത്ത് ഓപ്പൺ ആയിട്ടുണ്ട്. കേരളത്തിലേക്ക് എന്ന് മാത്രമല്ല, ഇന്ത്യയിലേക്ക് എല്ലായിടത്തേക്കും പെട്ടെന്ന് ഡെലിവറി സർവീസ് നടത്തി തരിക, അതാണ് നമ്മളെ മെയിൻ ഹൈലൈറ്റ്സ്. അപ്പോൾ നമ്മൾക്ക് ഓരോ സ്ഥാപനം തുടങ്ങുമ്പോഴും നമുക്ക് ഓരോരോ വ്യത്യസ്തമായ ഓഫറുകളാണ് കൊണ്ടുവരല്. ഇപ്രാവശ്യം നമ്മൾ UAE-കാർക്ക് കൊടുക്കുന്നത് 1 കിലോ 8.50 ഫിൽസ്, 1 കിലോക്ക് 8 ദിർഹംസ് 50 ഫിൽസ് നിരക്ക് 15 to 20 ദിവസം കൊണ്ട്. മെയിനായിട്ട് ശ്രദ്ധിക്കണം, ഗ്യാരണ്ടീഡ് ഡെലിവറിയാണ്. 15 to 20 ദിവസം കൊണ്ട് വീട്ടിലേക്ക് ഡെലിവറി നമ്മൾ കൊടുക്കും. നമ്മുടെ UAE എല്ലായിടത്തും നമുക്ക് സർവീസ് അവൈലബിൾ ആണ്. പിന്നെ കൂടാതെ കൂടുതൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ TR ഫെസിലിറ്റി വഴി നമുക്ക് 1 കിലോ 2 ദിർഹംസും മാത്രം. അപ്പോൾ നമുക്ക് യൂസ് ചെയ്ത എന്തെങ്കിലും സാധനങ്ങളോ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീൻ അങ്ങനത്തെ ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ഐറ്റംസ് ഒക്കെ തികച്ചും ടാക്സ് ഇല്ലാതെ എത്തിക്കാൻ പറ്റും. കഴിഞ്ഞ 27 വർഷമായി മിഡിൽ ഈസ്റ്റിലെ കാർഗോ രംഗത്ത് സജീവമായ M ഗ്രൂപ്പ് ഈ മാസം സത്വ, ജബൽ അലി എന്നിവിടങ്ങളിലും പുതിയ ബ്രാഞ്ചുകൾ ആരംഭിക്കും. ഉപഭോക്താക്കളുടെ സംതൃപ്തിയും വിശ്വാസവുമാണ് M ഗ്രൂപ്പ് കാർഗോയ്ക്ക് കരുത്തു പകരുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. In association with Durashine Roof and Wall Sheets, ഒരു Tata BlueScope സ്റ്റീൽ ഉൽപ്പന്നം. സംസ്ഥാന
സംസ്ഥാനത്ത് പൊതുതെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക നൽകിയത് 290 പേർ. തിരുവനന്തപുരത്താണ് കൂടുതൽ സ്ഥാനാർത്ഥികൾ. കുറവ് ആലത്തൂരും. ശക്തി പ്രകടനത്തോടെയാണ് പ്രധാന മുന്നണികളുടെ സ്ഥാനാർത്ഥികളെല്ലാം പത്രിക സമർപ്പിക്കാനെത്തിയത്. തിരുവനന്തപുരത്ത് ഡോക്ടർ ശശി തരൂരിനെതിരെ യൂത്ത് കോൺഗ്രസ് വിമത നേതാവ് നാമനിർദ്ദേശ പത്രിക നൽകി. 20 ലോക്സഭാ മണ്ഡലങ്ങളിലായി 290 സ്ഥാനാർത്ഥികൾ. പലരും ഒന്നിലേറെ പത്രിക സമർപ്പിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആകെ ലഭിച്ചത് 499 നാമനിർദ്ദേശ പത്രികകൾ. തിരുവനന്തപുരം മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയത്, 22 പേർ. പൊന്നാനിയിൽ 20 പേരും കണ്ണൂരിൽ 18 പേരും പത്രിക നൽകി. ഏറ്റവും കുറവ് ആലത്തൂരിലാണ്, 8 പേർ. അവസാന ദിവസം പത്രിക നൽകിയവരിൽ KC വേണുഗോപാൽ, AM ആരിഫ്, രമ്യ ഹരിദാസ്, അടൂർ പ്രകാശ്, ഷാഫി പറമ്പിൽ, NK പ്രേമചന്ദ്രൻ, ഹൈബി ഈഡൻ, K സുരേന്ദ്രൻ, സുരേഷ് ഗോപി, രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയ പ്രമുഖരും. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്കൊപ്പമാണ് K സുരേന്ദ്രൻ പത്രിക സമർപ്പിക്കാനെത്തിയത്. അമർ ജവാൻ സ്ക്വയറിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം പ്രകടനമായി എത്തിയാണ് തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പത്രിക നൽകിയത്. കേന്ദ്രമന്ത്രി S ജയശങ്കർ, PK കൃഷ്ണദാസ്, AP അബ്ദുള്ളക്കുട്ടി എന്നിവർക്കൊപ്പമെത്തിയാണ് രാജീവ് ചന്ദ്രശേഖർ പത്രിക നൽകിയത്. വടകരയിൽ സ്ത്രീകൾ മാത്രം പങ്കെടുത്ത പ്രകടനത്തിന്റെ അകമ്പടിയോടെയാണ് ഷാഫി പറമ്പിൽ പത്രിക നൽകിയത്. ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ, KK രമ MLA തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി ഷൈൻലാൽ നാമനിർദ്ദേശ പത്രിക നൽകി. യുവാക്കളെ എവിടെയാണ് പരിഗണിച്ചിട്ടുള്ളത്? യുവാക്കളെ ഒഴിവാക്കുക മാത്രമല്ല, തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തിരുവനന്തപുരം പാർലമെന്റിലോ ജില്ലയിലോ പോലുമുള്ള ആൾക്കാരല്ല 3 പാർട്ടിയുടെയും സ്ഥാനാർത്ഥികൾ. പ്രത്യേകിച്ച് UDFന്റെ പ്രതിനിധിയായിട്ട് മത്സരിക്കുന്ന ശശി തരൂർ പാലക്കാട്, എറണാകുളം ഭാഗത്ത്, തരൂർ ഭാഗത്ത് നിന്ന് മത്സരിക്കുന്നു. നാളെയാണ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. ഏപ്രിൽ 8 പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതി. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചവരിൽ അപരന്മാരും. പൊന്നാനിയിൽ LDF സ്ഥാനാർത്ഥി KS ഹംസയ്ക്ക് 2 അപരന്മാരുണ്ട്. ഹംസ കടവട്ടിയും ഹംസയും. UDF സ്ഥാനാർത്ഥി MP അബ്ദുസമദ് സമദാനിക്ക് അപരനായി അബ്ദുസമദ് രംഗത്തുണ്ട്. കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിനുമുണ്ട് 2 അപരന്മാർ. ഫ്രാൻസിസ് E ജോർജും ഫ്രാൻസിസ് ജോർജ് എന്നിവരാണ് പത്രിക നൽകിയത്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഇരട്ട വോട്ട് കണ്ടെത്തിയത് 439 പേർക്ക് മാത്രമാണെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ. ഇവ ഒഴിവാക്കാൻ നടപടിയെടുത്തെന്നും ജില്ലാ കളക്ടർ. മണ്ഡലത്തിൽ 1,64,006 ഇരട്ട വോട്ടുകൾ ഉണ്ടെന്നായിരുന്നു UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന്റെ ആരോപണം. UDFനുള്ള SDPI പിന്തുണ LDFും BJPയും ആയുധമാക്കിയതോടെ നിലപാട് തിരുത്തി കോൺഗ്രസ് നേതൃത്വം. SDPI പിന്തുണ വേണ്ടെന്നും വർഗീയത എതിർക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. രാഹുൽ ഗാന്ധിക്ക് നിരോധിത തീവ്രവാദ സംഘടനയുടെ പിന്തുണയുണ്ടെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ആരോപിച്ചു. SDPI UDFനെ പിന്തുണച്ചതിനെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തു വന്നതോടെയാണ് കോൺഗ്രസ് നേതൃത്വം നിലപാട് വ്യക്തമാക്കിയത്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ ചെറുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഭൂരിപക്ഷ വർഗീയതയെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയെയും കേരളത്തിലെ കോൺഗ്രസും UDFും ഒരുപോലെ എതിർക്കും. കൂട്ടായി എടുത്ത തീരുമാനമെന്ന് MM ഹസനും SDPIയെ തള്ളിപ്പറയാൻ UDF വൈകിട്ടില്ല എന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. അതേസമയം SDPI പിന്തുണ തള്ളാതെ കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ. എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം വ്യത്യസ്തമാണ്. UDF അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശവും അത് പ്രഖ്യാപിക്കാനുള്ള അവകാശവും ഏതൊരു സംഘടനയ്ക്കുമുണ്ട്. വോട്ടർ പട്ടികയിൽ പേരുള്ള ആരുടെ വോട്ടും സ്വീകരിക്കുമെന്നാണ് K മുരളീധരൻ പറഞ്ഞത്. വിഷയത്തിൽ SDPI സംസ്ഥാന അധ്യക്ഷൻ അഷ്റഫ് മൗലവിയും പ്രതികരിച്ചു. ഐഡന്റിറ്റി മാറ്റിവെച്ചുകൊണ്ട് വേണം ഇതിൽ പങ്കെടുക്കാൻ എന്ന് പറയുന്നതിനേക്കാൾ വലിയ ആത്മാഭിമാന പ്രശ്നം ഞങ്ങൾക്ക് വന്നില്ല. ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി വിഷയം ചർച്ച ചെയ്യും, ആ നിലപാട് ചർച്ച ചെയ്യും. രാഹുൽ ഗാന്ധിക്ക് നിരോധിത തീവ്രവാദ സംഘടനയുടെ പിന്തുണയുണ്ടെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി. ഇത് മറച്ചുവെക്കാനാണ് റോഡ് ഷോയിൽ കൊടി ഒഴിവാക്കിയത് എന്നും വയനാട്ടിൽ അമേഠി ആവർത്തിക്കുമെന്നും സ്മൃതി ഇറാനി പറഞ്ഞു. मुस्लिम लीग के समर्थन से अगर राहुल गांधी इतने शर्मसार हैं कि अपनी नॉमिनेशन रैली में मुस्लिम लीग का वो ध्वज छिपा रहे हैं. പരസ്യമായി തള്ളിപ്പറയുമ്പോഴും രഹസ്യമായി UDFിലെ ഒരു വിഭാഗം SDPIയുമായി ബന്ധത്തിലാണ് എന്ന വിമർശനം ആവർത്തിക്കുകയാണ് എതിരാളികൾ. NK പ്രേമചന്ദ്രനും K മുരളീധരനും തള്ളിപ്പറയാത്തത് ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്.
വിവാദ ചിത്രം ദി കേരള സ്റ്റോറി ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യാനുള്ള തീരുമാനത്തിനെതിരെ CPIM-ഉം കോൺഗ്രസും രംഗത്ത്. ഔദ്യോഗിക മാധ്യമത്തെ ഉപയോഗിച്ച് കേരളത്തെ ഇകഴ്ത്താനുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്രം പിന്മാറണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ചിത്രം പ്രദർശിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ചിത്രം ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നത് ഭിന്നിപ്പ് ലക്ഷ്യമിട്ടാണെന്ന് പ്രതിപക്ഷ നേതാവും കുറ്റപ്പെടുത്തി. UDF തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും. BJP-യുടെ വില കുറഞ്ഞ രാഷ്ട്രീയം കേരളത്തിൽ വിലപ്പോകില്ലെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.